ന്യൂറോളജി, എവല്യൂഷണറി ബയോളജി, സൈക്കോളജി തുടങ്ങിയ മേഖലകളിൽ നടന്നിട്ടുള്ള പഠനങ്ങളുടെ അല്ലെങ്കിൽ പഠന ഫലങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ഞാൻ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന റെഫറൻസുകളുടെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ഒരു വിഷയത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം എടുക്കാം. ഒരു സാങ്കല്പികമായിട്ടുള്ള ഒരു നാട്, ആ സാങ്കല്പിക നാട്ടിലെ സാങ്കല്പിക കഥാപാത്രമായിട്ടുള്ള ചന്ദ്രൻ ചേട്ടൻ ഒരു ദിവസം ഒരു ചായക്കടയിലേക്ക് കയറി ചെന്നു ആ ഗ്രാമത്തിലെ. അപ്പോൾ അദ്ദേഹം സാധാരണഗതിയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കുറേ കൂടി കോൺഫിഡൻസോടു കൂടിയാണ് ഇത്തവണ ആ ഒരു ചായക്കടയിലേക്ക് കയറി ചെന്നത്. കാരണം തലേദിവസം ഒരു സംഭവം നടന്നിരുന്നു. ആ ചായക്കടയോട് ചേർന്ന് തന്നെ അല്ലെങ്കിൽ ആ നാട്ടിൽ തന്നെയുള്ള ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഒരു കുട്ടി വീണപ്പോൾ, ഒരു കൊച്ചുകുട്ടിയാണ്, ഒരു 5-6 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി പെട്ടെന്ന് വീണു. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഒരു ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് പകച്ചു നിൽക്കുന്ന ആ സമയത്ത് ഞൊടി ഇടകൊണ്ട് നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ റെയിൽ പാളത്തിലേക്ക് ചാടുകയും ആ കുട്ടിയെ രക്ഷിച്ച് അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഒരു കുട്ടിയുടെ ജീവൻ സംരക്ഷിച്ചു. അപ്പോൾ അതിൽ അദ്ദേഹം വലിയ രീതിയിൽ അഭിമാനിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു അഭിമാനവുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം ഇന്ന് ചായക്കടയിലേക്ക് കയറി ചെല്ലുന്നത്. ആ നാട്ടിലെ പേര് കേട്ടിട്ടുള്ള ഒരു അവിശ്വാസി അല്ലെങ്കിൽ ഒരു എത്തിസ്റ്റാണ് ചന്ദ്രൻ ചേട്ടൻ. സ്വാഭാവികമായിട്ടും പല ആളുകളും അദ്ദേഹത്തോട് എത്തിസവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചോദിക്കാറുണ്ട്. ചില ഡിബേറ്റുകളൊക്കെ നടക്കാറുണ്ട്. ഇത്തവണയും അത്തരത്തിലുള്ള ഒരു ഡിബേറ്റാണ് ഇവിടെ ആരംഭിക്കുന്നത്. അദ്ദേഹത്തോട് ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന ഒരു വിശ്വാസി നേരിട്ട് ധൈര്യത്തോടു കൂടി തന്നെ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ കുട്ടിയെ സംരക്ഷിച്ചത്? അത് നിങ്ങളുടെ ഐഡിയോളജിക്ക് വിരുദ്ധമല്ലേ? നിങ്ങളുടെ ഐഡിയോളജി അനുസരിച്ച് ഇത്തരത്തിലുള്ള എമ്പതി, സിമ്പതി, അതായത് സഹാനുഭൂതി ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. ഒരു പരോപകാരവും ചെയ്യേണ്ട ആവശ്യവുമില്ല. പിന്നെ എന്തിന് നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോലും പണയം വെച്ച് ആ കുട്ടിയെ അവിടെ നിന്ന് രക്ഷിച്ചു? അത് നിങ്ങളുടെ അവിശ്വാസത്തിന് തന്നെ തീർത്തും വിരുദ്ധമാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങൾ വിശ്വാസികൾക്ക് അത് ചെയ്യണം. കാരണം ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നിരീക്ഷിക്കാനായിട്ട് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവവുമുണ്ട്. ഞങ്ങൾ അത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്കാണ് ഈ വികാരങ്ങളൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വികാരവുമില്ല. നിങ്ങൾ സുഖത്തിന് വേണ്ടി ജീവിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് എന്ത് വൃത്തികേടും ചെയ്യാം. അങ്ങനെയുള്ളൊരു വ്യക്തി ഒരിക്കലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യാൻ പാടില്ല. മറ്റൊരു വ്യക്തി, ആ വ്യക്തി എവല്യൂഷനിലൊക്കെ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള അറിവല്ല, എന്നാലും കുറച്ച് ജ്ഞാനമൊക്കെ ഉള്ള വ്യക്തിയാണ്. ആ വ്യക്തിയാണ് കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള ചില വാക്കുകൾ നമ്മുടെ ചന്ദ്രൻ ചേട്ടൻ്റെ ചങ്കിലേക്ക് തൊടുത്തുവിട്ടത്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ എവല്യൂഷനിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ലേ? അതായത് സ്വാഭാവികമായിട്ടാണ് ഇവിടെ കാണുന്ന സകല ചരാചരങ്ങളും ഉണ്ടായി വന്നതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഇവിടെ പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകും. ആ പ്രശ്നങ്ങളെയൊക്കെ സർവൈവ് ചെയ്ത് ഫിറ്റായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് നിലനിൽക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അർത്ഥം കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ആ സംഭവം ശരിക്കും പ്രകൃതിയുടെ ആ ഒരു ഫിറ്റസ്റ്റ് ആയിട്ടുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രക്രിയ മാത്രമായിരുന്നു. അപ്പം പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള പ്രവൃത്തിയെ നിങ്ങൾ തടയുകയാണ് ചെയ്തത്. നിങ്ങൾ പരിണാമത്തെ തടയുകയാണ് ചെയ്തത്. നിങ്ങൾ സംരക്ഷിച്ച ആ ഒരു ആ കുട്ടിയെ നിങ്ങൾ മരിക്കാൻ വേണ്ടി വിടണമായിരുന്നു. കാരണം അത് പരിണാമത്തിൻ്റെ തീരുമാനമാണ്. ആ കുട്ടി മരിക്കേണ്ട കുട്ടിയായിരുന്നു. നിങ്ങളാണ് പരിണാമത്തിന് ഘടകവിരുദ്ധമായിട്ട് പരിണാമത്തിന് എതിരെ പ്രവർത്തിച്ചത്. ചന്ദ്രൻ ചേട്ടൻ എങ്ങനെയുള്ള ഒരു മറുപടിയായിരിക്കും കൊടുക്കുക? ചന്ദ്രൻ ചേട്ടൻ്റെ മറുപടിയിലേക്ക് നമുക്ക് വരാം. ആ മറുപടിയെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ശരിക്കും എന്താണ് ഹ്യൂമാനിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കരുണ? എന്താണ് അൾട്രൂയിസം അല്ലെങ്കിൽ പരോപകാരം? അല്ലെങ്കിൽ എന്താണ് എമ്പതി, അതായത് സഹാനുഭൂതി? മറ്റൊരാളുടെ വേദന നമ്മളുടെ വേദനയായിട്ട് എങ്ങനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു? പരിണാമത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഒരു ജീവിക്ക് അത്തരത്തിലുള്ള വേദനകളും വിഷമങ്ങളും കരുണയും ഒക്കെ തോന്നുമോ? അങ്ങനെ തോന്നുമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രീയമായിട്ടുള്ള റീസൺസ് എന്താണ്? നമുക്ക് ആദ്യം ന്യൂറോ സയൻസിൽ എന്താണ് പറയുന്നത് പരിശോധിക്കാം. നമ്മുടെ തലച്ചോറിൽ മിറർ ന്യൂറോണുകളുണ്ട്. മിറർ ന്യൂറോണുകൾ ഫയർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് നമ്മൾ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴായിരിക്കും. അതായത് മറ്റൊരു വ്യക്തി നമ്മളുടെ ഒരു റിലേറ്റീവ് ആകണമെന്നില്ല, നമുക്ക് അറിയാത്തൊരു വ്യക്തിയായിരിക്കാം, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. ആ വ്യക്തി അതികഠിനമായിട്ടുള്ള ഒരു വേദന അനുഭവിക്കുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ ആ വേദന നമുക്ക് ഫീൽ ചെയ്യും. അതിൻ്റെ കാരണം ഈ മിറർ ന്യൂറോണാണ്. അതേ രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യണമെന്നില്ല, പക്ഷേ നമ്മുടെ ഉള്ളിൽ വലിയൊരു വിങ്ങലുണ്ടാകും, വലിയൊരു വേദന ഉണ്ടാകും. ഒരുപക്ഷെ ആക്സിഡൻറ്റിലൂടെ കാലിലൂടെ വാഹനം കയറി പോയിട്ടുള്ളൊരു വ്യക്തിയോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു വലിയ രീതിയിൽ വേദന അനുഭവിച്ചുകൊണ്ട് റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തിയോ ആയിരിക്കും.
ആ വ്യക്തി നമ്മളാണല്ലോ എന്ന് പോലും നമുക്ക് ഒരു പക്ഷേ തോന്നിപ്പോവും. അത് ബോധപൂർവമുള്ള ഒരു തോന്നലായിരിക്കില്ല, പക്ഷേ അദ്ദേഹം അനുഭവിക്കുന്ന ആ വേദന ഒരുപക്ഷെ നമുക്ക് കണ്ടു നിൽക്കാൻ പോലും സാധിക്കില്ല. അത്തരത്തിൽ രക്തം ഒഴുകുന്നത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുപോലെ പല ആളുകളും കരയുന്നത് കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരും. നമ്മൾ സിനിമ കാണുമ്പോൾ, സിനിമയിൽ നായകൻ കരയുമ്പോൾ, നായകൻ ഇമോഷൻ വരുമ്പോൾ നമുക്ക് ഇമോഷൻ വരും. നായകന് സന്തോഷമുണ്ടാകുമ്പോൾ, നായകൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കുമ്പോൾ നമ്മൾ കൈകൊട്ടി ചിരിച്ചെന്നും ഇരിക്കും. അതിൻ്റെയൊക്കെ കാരണം ഈ മിറർ ന്യൂറോണുകളുടെ പ്രവർത്തനമാണ്. ചില പഠനങ്ങളിലൂടെ ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ തുടങ്ങിയ ഹോർമോണുകളുടെ സെക്രീഷൻ കാരണം നമുക്ക് സഹാനുഭൂതി അല്ലെങ്കിൽ എമ്പതി ഉണ്ടാകുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ അൾട്രൂയിസത്തിൻ്റെ അല്ലെങ്കിൽ പരോപകാരത്തിൻ്റെ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ മറ്റൊരാൾ അനുഭവിക്കുന്ന ഒരു യാതന കണ്ടിട്ട് അയാളെ സഹായിക്കാനായിട്ടുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കുമല്ലോ, അല്ലെങ്കിൽ മറ്റൊരാളോട് നമുക്കൊരു എമ്പതി തോന്നുമല്ലോ, അവരുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ. അങ്ങനെയുള്ള തീരുമാനങ്ങളും ചിന്തകളുമൊക്കെ നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന സമയത്ത്, ആ സമയങ്ങളിൽ നമ്മുടെ തലച്ചോറിൻ്റെ ഭാഗങ്ങളായ ആൻറ്റീരിയർ ഇൻസുല, ആൻറ്റീരിയർ സിംഗുലേറ്റ് കോർട്ടെക്സ്, പ്രീഫോണ്ടൽ കോർട്ടെക്സ് തുടങ്ങിയവ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ പ്രത്യേക തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ തവണയും ഇത്തരത്തിലുള്ള ചിന്താഗതികൾ നടക്കുമ്പോൾ മാത്രമാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ സംഭവിക്കുന്നത്. ഇതൊരു വിശ്വാസിയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും ബാധകമാണ്. എല്ലാ മനുഷ്യരുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ തലച്ചോറിൻ്റെ ഈ മേഖലകൾ അതേ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഇവിടെ നന്മ മാത്രമേ നടക്കുകയുള്ളല്ലോ എന്ന്. തിന്മയൊന്നും നടക്കുകയില്ലല്ലോ. കാരണം എല്ലാ ആളുകളിലും ഇത്തരത്തിലുള്ള കരുണയും സ്നേഹവും അതുപോലെ പരോപകാര ചിന്താഗതിയും ഒക്കെ ഉണ്ടാകേണ്ടതാണല്ലോ. തീർച്ചയായിട്ടും നല്ലൊരു സംശയം തന്നെയാണ്. അതിന് പിന്നിലും കാരണമുണ്ട്. ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത്? ഒരു വ്യക്തിയെ അതിക്രൂരമായിട്ട് എങ്ങനെയാണ് മറ്റൊരു വ്യക്തിക്ക് ആക്രമിക്കാൻ സാധിക്കുന്നത്? ഗോവിന്ദച്ചാമിയൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു വെറുപ്പ് സൃഷ്ടിക്കുന്ന കഥാപാത്രമാണ്. കാരണം ആ വ്യക്തിയുടെ ആ ചെയ്തികളാണ്. ആ വ്യക്തികളൊക്കെ എങ്ങനെയാണ് സാധാരണ മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല. ഇത്തരത്തിലുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വീഡിയോ ഒന്ന് കാണുക. റിയൽ ആയിട്ടുള്ള അനവധി സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ യഥാർത്ഥ ജീവിതവും ഒക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള അവരുടെ തലച്ചോറിനുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് സൈക്കോളജിക്കലായിട്ടുണ്ടായിട്ടുള്ള മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ്. അത്തരത്തിലുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ യൂട്യൂബ് അധികം ആളുകളിലേക്കൊന്നും ആ വീഡിയോ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കുക. കൊച്ചുകുട്ടികൾ, 1 വയസ്സോ 2 വയസ്സോ ഒക്കെയുള്ള പ്രായമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ 3 4 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, അത്തരത്തിലുള്ള കുട്ടികൾ മിക്ക കുട്ടികൾക്കും ദൈവത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണയുമില്ല. ആ കുട്ടി ദൈവത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയെ പഠിപ്പിക്കാൻ തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ചില മതങ്ങളിലൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മതത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ കുറേയധികം ആളുകൾ അത്തരത്തിലുള്ള വിദ്യാഭ്യാസം, മതപരമായിട്ടുള്ള വിദ്യാഭ്യാസം ഒന്നും നേടാത്ത ആളുകളാണ്. അവർ കുറേയധികം വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ദൈവത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദൈവത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത ആ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ സ്നേഹമുണ്ടായിരിക്കും, കരുണയുണ്ടായിരിക്കും, എമ്പതി ഉണ്ടായിരിക്കും. തൻ്റെ അമ്മ കരയുമ്പോൾ ആ കുട്ടിയും കൂടെ കരയും. അല്ലെങ്കിൽ മറ്റൊരു കുട്ടി കരയുമ്പോൾ ഈ കുട്ടിക്ക് വിഷമം ഉണ്ടാകും. ആ കുട്ടിക്ക് എന്തെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുക്കാനായിട്ടൊക്കെ ആ കുട്ടി ചിലപ്പോൾ തീരുമാനിച്ചുവെന്ന് വരാം. ഇത്തരത്തിലുള്ള ഒരുപാട് എക്സാമ്പിളുകൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ദിനംപ്രതിയുള്ള ജീവിതത്തിൽ കാണുന്നുണ്ടായിരിക്കും. ഞാൻ മിക്ക ദിവസങ്ങളിലും കാണും. കാരണം എൻ്റെ വീട്ടിൽ 3 കുട്ടികളാണുള്ളത്. 2 പേർ എൻ്റെയും 1 എൻ്റെ അനിയൻ്റെയും കുട്ടിയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷനൊക്കെ എനിക്കറിയാം. ഇവർക്ക് 3 പേർക്കും ദൈവത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമില്ല. ഏറ്റവും മൂത്ത ആൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ചെറിയൊരു നോളജ് ഉണ്ടെങ്കിൽ പോലും താഴെയുള്ള 2 പേർക്കും ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവുമില്ല. ഇങ്ങനെയുള്ള കുട്ടികളിൽ പോലും ഈ പറയപ്പെടുന്ന എത്തിസ്റ്റുകൾക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലെന്ന് പറയപ്പെടുന്ന എല്ലാ സവിശേഷതകളുമുണ്ട്. മതവിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവരുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപോലെ തന്നെയാണ്. അതിൽ മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അവരുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിക്കില്ല. അവരുടെ ചിന്താഗതി, അവരുടെ ഐഡിയോളജിയിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മാത്രം. ദൈവവിശ്വാസിയാണെങ്കിലും അവിശ്വാസിയാണെങ്കിലും അവർക്ക് ഇത്തരത്തിലുള്ള വികാരങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവരൊക്കെ മനുഷ്യരാണ്. ഇനി നമുക്ക് എവല്യൂഷണറി ബയോളജിയെക്കുറിച്ച് പറയാം. എവല്യൂഷണറി ബയോളജിയിൽ എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് നമ്മുടെ സ്വഭാവത്തിലും ചിന്തകളിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ചിന്താഗതിയുള്ള മനുഷ്യരുണ്ടായിട്ടുള്ളത്. പരിണാമത്തിന് അടിസ്ഥാനപരമായിട്ടും ആവശ്യമുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അൾട്രൂയിസം അല്ലെങ്കിൽ എമ്പതി. മനുഷ്യന് അവിടെ കോമ്പറ്റീഷനുണ്ട്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുമ്പോൾ പോലും അവിടെ ഒറ്റയ്ക്കുള്ള ഒരു സർവൈവൽ അല്ല. ഒറ്റയ്ക്ക് ഒരിക്കലും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമുക്ക് ആവശ്യമുള്ള ആളുകൾ ഉണ്ടായിരിക്കണം. ഒരു വ്യക്തി അവിടെ നിലനിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത തലമുറകൾ നിലനിൽക്കണമെങ്കിൽ, ആ വ്യക്തിയുടെ അടുത്ത തലമുറകളെ നിലനിർത്താൻ സാധിക്കുന്ന ഒരു സൊസൈറ്റി, ഒരു സാമൂഹിക അവസ്ഥ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ വരുന്ന തലമുറകൾക്ക് ചുറ്റുമായിട്ടുണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ചിന്ത, അനുകമ്പയൊക്കെ എങ്ങനെയാണ് മനുഷ്യരിൽ അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ ആദ്യമായിട്ട് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം പറയാൻ സാധിക്കില്ല. പക്ഷേ ചില ഫോസിൽ പഠനങ്ങളിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് 1950കളിൽ പര്യവേഷണം നടത്തി കണ്ടെത്തിയ ഇറാഖിൽ സ്ഥിതി ചെയ്യുന്ന ഷാൻഡാർ ഗുഹ. ആ ഷാൻഡാർ ഗുഹയുടെ ഉള്ളിൽ നിന്നും ഷാൻഡാർ 1 അല്ലെങ്കിൽ നാൻഡി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ ഫോസിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഏകദേശം 35 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അതായത് മരിക്കുന്ന സമയത്ത് ഏകദേശം അത്രയും പ്രായമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. അത് ശരിക്കും ഒരു ഹോമോ സാപ്പിയൻ ആയിരുന്നില്ല, അത് ഹോമോ നിയാണ്ടർത്തലായിരുന്നു. ഹോമോ നിയാണ്ടർത്തൽ എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. ഹോമോ എന്ന പദം ചൂണ്ടിക്കാണിക്കുന്നത് മനുഷ്യനെയാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യനെന്നാണ്. ഹോമോ നിയാണ്ടർത്തൽസ് മനുഷ്യരുടെ മറ്റൊരു സ്പീഷീസ് ആയിരുന്നു. നമ്മുടെ ശരീരത്തിലും നമ്മുടെ DNA-യിലും വളരെ ചെറിയ ശതമാനത്തിൽ ഈ നിയാണ്ടർത്തൽ മനുഷ്യന്മാരുടെ DNA അടങ്ങിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആ നിയാണ്ടർത്തൽ മനുഷ്യന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇടതുവശത്തെ മുഖഭാഗത്ത് അതിശക്തമായിട്ടുള്ള ഒരു അടി ഏറ്റിട്ടുണ്ടായിരുന്നു. എന്ത് കാരണം കൊണ്ടാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അത്തരത്തിലുള്ള ഒരു അടി ഏറ്റിട്ടുള്ള വ്യക്തിക്ക് ആ വ്യക്തിയുടെ കണ്ണിൻ്റെ കാഴ്ചയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കും. കൂടാതെ ആ വ്യക്തിയുടെ വലത് കൈയിൽ വലിയ രീതിയിലുള്ള ഫ്രാക്ചർ നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒറ്റക്കയ്യനെന്ന് വേണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ വിശേഷിപ്പിക്കാം. എഫക്റ്റീവ്ലി ആ വ്യക്തി ഒരു ഒറ്റക്കയ്യനാണ്. അദ്ദേഹത്തിൻ്റെ കാലുകളിൽ വൈകല്യമുണ്ടായിരുന്നു. ആ കാലുകൾ ഉപയോഗിച്ചിട്ട് സാധാരണ ഒരു മനുഷ്യനെ പോലെ നടക്കാനൊന്നും ഈ നിയാണ്ടർത്തൽ മനുഷ്യന് സാധിക്കുമായിരുന്നില്ല. മുടന്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അത്തരത്തിലുള്ള ഒരു വ്യക്തിക്ക് ഏകദേശം 35,000-45,000 വർഷങ്ങൾക്ക് മുൻപുള്ള കാലഘട്ടത്തിൽ 35 വയസ്സ് വരെ അല്ലെങ്കിൽ ഒരു 50 വയസ്സ് വരെയൊക്കെ അതിജീവിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിട്ടുള്ള അല്ലെങ്കിൽ അസാധ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. പക്ഷേ അങ്ങനെ അതിജീവിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹം, അദ്ദേഹത്തിൻ്റെ സൊസൈറ്റി സഹായിച്ചിട്ടുണ്ട്. ആ സൊസൈറ്റിക്ക് അദ്ദേഹത്തോട് സ്നേഹമുണ്ടായിരുന്നു, അദ്ദേഹത്തോട് കരുണയുണ്ടായിരുന്നു, എമ്പതി ഉണ്ടായിരുന്നു, അൾട്രൂയിസം ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണവും ജലവും ഒക്കെ അദ്ദേഹത്തിന് ലഭ്യമാക്കുകയും അദ്ദേഹത്തിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തെ അവിടെ നിലനിർത്തിയത്. അങ്ങനെയുള്ള സഹായമില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി പട്ടിണി കിടന്ന് തന്നെ മരിച്ചേനെ. കാരണം വേട്ടയാടി ഭക്ഷണം കണ്ടെത്തിയിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അതെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. ഇത്തരത്തിൽ വേറെയും ഫോസിലുകൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഫ്രാൻസിലെ ലാ ചപ്പല്ലയിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ലാ ചപ്പല്ലെ ഓക്സൈൻസ് 1, അതിന് ഓൾഡ് മാൻ എന്നുള്ള ഒരു പെറ്റ് നെയിം കൂടിയുണ്ട്. എവല്യൂഷൻ തിയറിയിൽ തന്നെ പരാമർശിക്കുന്ന ഒരു ടേമാണ് കിൻ സെലക്ഷൻ. നമുക്ക് നമ്മുടെ സഹോദരനോടും സഹോദരിയോടും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മുടെ കുട്ടികളോടും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. നമ്മുടെ കസിൻസിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. സാധാരണഗതിയിൽ നമ്മുടെ കസിൻസിനോടും അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോടുമുള്ള സ്നേഹം കഴിഞ്ഞിട്ടേ മറ്റുള്ളവരുടെ സ്നേഹം വരികയുള്ളൂ. ഇത്തരത്തിലുള്ള ഒരു സ്നേഹം അത് പരിണാമത്തിൻ്റെ ഒരാവശ്യമാണ്. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്നേഹം ഇല്ലെങ്കിൽ പോലും നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ആശുപത്രികളും ചികിത്സകളും ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടം, ടെക്നോളജികളില്ലാത്ത, സയൻസ് ഇല്ലാത്ത ഒരു കാലഘട്ടം, വേട്ടയാടി ഭക്ഷണം കണ്ടെത്തിയിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നമ്മൾ നമ്മുടെ സഹോദരന്മാരെയും അതുപോലെ മാതാപിതാക്കളെയും ഒക്കെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരായിരുന്നു. നമ്മൾ അങ്ങനെ സംരക്ഷിച്ചാൽ മാത്രമേ ജീൻ മറ്റുള്ള ജനറേഷനുകളിലേക്ക് പോവുകയും നമ്മുടെ ആ ഒരു ബ്ലഡ് ലൈൻ എന്നേക്കുമായിട്ട് നിലനിൽക്കുകയും ചെയ്യുകയുള്ളൂ. അത്തരത്തിലുള്ള ഫൈറ്റുകൾ, അതായത് സർവൈവൽ പ്രോസസ്സുകൾ ആ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. റെസിപ്രോക്കൽ അൾട്രൂയിസം എന്ന് പറയുന്നത് പരോപകാരമാണ്. നമ്മൾ ഒരാളെ സഹായിച്ചത് കാരണം ഭാവിയിൽ അത്തരത്തിലുള്ള സഹായം നമുക്ക് കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുമെന്നുള്ള ഒരു സങ്കല്പമാണ് റെസിപ്രോക്കൽ അൾട്രൂയിസം.
പ്രാചീന കാലഘട്ടം തന്നെ എടുക്കാം. ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ കുറേ കൂടി ശക്തമായിട്ട് വരുന്നത്. ആ കാലഘട്ടത്തിലാണ് മനുഷ്യൻ നിലനിൽക്കാനായിട്ട് കുറേ കൂടി പെടാപ്പാട് സഹിക്കേണ്ടി വന്നത്. ആ കാലഘട്ടത്തിൽ വേട്ടയാടി നമ്മൾ ഭക്ഷണം കണ്ടെത്തുമ്പോൾ ഒരു വലിയ മൃഗത്തെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ആ മൃഗത്തെ കിട്ടുമ്പോൾ ആ മൃഗത്തിൻ്റെ ഭക്ഷണമെല്ലാം, അതിൻ്റെ ഫ്ലഷ് എല്ലാം നമുക്ക് ഒറ്റയ്ക്ക് കഴിക്കാൻ സാധിക്കില്ല. നമ്മൾ മറ്റുള്ള ആളുകളെ കൂടി വിളിക്കും. ഇനിയിപ്പോൾ കുറച്ചേ ഉള്ളെങ്കിൽ പോലും മറ്റുള്ള ആളുകളെ കൂടി നമ്മൾ വിളിക്കും. കാരണം അവർക്കും ഇത്തരത്തിൽ ഭക്ഷണം കിട്ടും. നമുക്ക് നാളെ ഭക്ഷണം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാളെ ഭക്ഷണം കിട്ടുന്നത് നമ്മൾ ഇന്ന് വിളിച്ചു വരുത്തുന്ന വ്യക്തിക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ ഭക്ഷണം കിട്ടുമ്പോൾ ആ വ്യക്തി നമ്മളെ വിളിക്കും, നമ്മളെയും അറിയിച്ച് നമുക്കും അതിൻ്റെ ഒരു പങ്ക് തരും. രോഗമുണ്ടാകുമ്പോൾ നമ്മളൊരു വ്യക്തിയെ സംരക്ഷിക്കും. അങ്ങനെ സംരക്ഷിക്കുമ്പോൾ നമുക്ക് രോഗമുണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ സംരക്ഷിച്ച ഒരു വ്യക്തിയാണെന്ന് മനസ്സിലാക്കി ബാക്കിയുള്ളവർ നമ്മളെ സംരക്ഷിക്കുമെന്നുള്ള ഒരു തോന്നൽ ആ കാലഘട്ടത്തിലെ മനുഷ്യനുമുണ്ട്, ഈ കാലഘട്ടത്തിലെ മനുഷ്യനുമുണ്ട്. അത് ബോധപൂർവമായിട്ടുള്ളൊരു തോന്നൽ തന്നെ ആകണമെന്ന് നിർബന്ധമില്ല. ബോധപൂർവമല്ലാതെയും സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചിന്തകളിലൂടെയും ഇത്തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാനായിട്ട് എക്കാലഘട്ടങ്ങളിലും മനുഷ്യർ തയ്യാറാണ്. മാമൽസിനാണ് പ്രത്യുൽപാദനം നടത്തി കുഞ്ഞിനെ സംരക്ഷിക്കാൻ ഏറ്റവും പ്രയാസങ്ങൾ നേരിടേണ്ടി വരുന്നത്. അവരാണ് ഗർഭം ധരിക്കുകയും പിന്നീട് 9 മാസം അല്ലെങ്കിൽ ആ സ്പീഷീസിൽപ്പെട്ടിട്ടുള്ള ജീവജാലങ്ങൾക്ക് എത്ര മാസമാണോ അത്രയും മാസം ആ കുഞ്ഞിനെ തൻ്റെ ഗർഭപാത്രത്തിൽ തന്നെ സൂക്ഷിച്ച് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രസവിച്ച്, നമ്മൾ മനുഷ്യരാണെങ്കിൽ പ്രസവത്തിന് ശേഷവും കുഞ്ഞിനെ കുറേ അധികം കാലം നമ്മൾ ടേക്ക് കെയർ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനെ പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാതെ അതിന് ജനിച്ച ഉടനെ തന്നെ ഒരു പശുക്കുട്ടിയെ പോലെയോ അല്ലെങ്കിൽ ഒരു ആനക്കുട്ടിയെ പോലെയോ സ്വാഭാവികമായിട്ടുള്ളൊരു ജീവിതത്തിലേക്കൊക്കെ പോകാനായിട്ടൊന്നും സാധിക്കില്ല. പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ വേട്ടയാടി ഭക്ഷണം കണ്ടെത്താൻ സാധിക്കുന്നത്? അങ്ങനെ വേട്ടയാടി ഭക്ഷണം ലഭ്യമാകാതെ വരുന്ന ഗർഭിണികൾ ശരിക്കും പ്രസവിക്കാതെ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ കാണുന്ന മനുഷ്യർ ഇവിടെ നിലനിൽക്കുന്നത്? അന്ന് അവർ ഒറ്റയ്ക്കായിരുന്നില്ല. അന്ന് അവരെ സഹായിക്കാനായി അവരോടൊപ്പം തന്നെ അവരുടെ വേണ്ടപ്പെട്ട ആളുകളുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അവരുടെ ഭർത്താവ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു സൊസൈറ്റി തന്നെ അത്തരത്തിലുള്ള സ്ത്രീകളെ പ്രത്യേകമായിട്ട് ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്കവിടെ നിലനിൽക്കാൻ സാധിച്ചത്. അങ്ങനെ ഉണ്ടാകുന്ന കുഞ്ഞ്, അതായത് അത്രയും യാതനകൾ അനുഭവിച്ച് അവർക്ക് കിട്ടുന്ന ആ ഒരു കുഞ്ഞിനോട് അവർക്ക് പ്രത്യേക തരത്തിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ബോണ്ട് ഉണ്ടായി. ആ ബോണ്ട് ആ കുഞ്ഞിനോട് മാത്രമല്ല, അവരെ അത്രയും നാളും പരിചരിച്ചിരുന്ന അവരുടെ ഭർത്താവിനോട്, അല്ലെങ്കിൽ അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അമ്മ, സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ ആ സൊസൈറ്റി ആണെങ്കിൽ ആ സൊസൈറ്റിയോടും അവർക്കൊരു സ്നേഹബന്ധമുണ്ട്. ഇത്തരത്തിൽ നിലനിൽക്കാനുള്ള ഫൈറ്റ് അത് ഈ പ്രസവത്തിൻ്റെ കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ആ ഫൈറ്റിൽ അവരോടൊപ്പം നിൽക്കുന്ന ആളുകളോടൊക്കെ അവർക്കൊരു സ്നേഹവും അവരോടൊരു കടപ്പാടും ഒക്കെ ഉണ്ടാകുന്നതാണ്. നമ്മുടെ ഈ സമൂഹത്തിലേക്കൊന്ന് നോക്കുക. അവിടെ നമുക്ക് ഒരുപാട് ചന്ദ്രൻ ചേട്ടന്മാരെ കാണാൻ സാധിക്കും. ചന്ദ്രൻ ചേട്ടന്മാരെ മാത്രമല്ല, പല മതങ്ങളിലും വിശ്വസിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റിലേക്കൊന്ന് നോക്കുക. ആ പാസ്റ്റിൽ പല മതവിശ്വാസികളും നിങ്ങളെ വലിയ അപകടങ്ങൾ നിറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ സംരക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ മതവിശ്വാസികൾ മാത്രമല്ല സംരക്ഷിച്ചിട്ടുള്ളത്. നിങ്ങൾ താമസിക്കുന്ന സമൂഹത്തിൽ അവിശ്വാസികളുണ്ടെങ്കിൽ ആ അവിശ്വാസികളുടെ സഹായം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കാരണമാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. കാരണം മ്യൂച്വലായിട്ടുള്ള ഒരു ശരീരഘടനയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. എൻ്റെ തലച്ചോറിൻ്റെ പ്രവർത്തനം പോലെ തന്നെയാണ് മറ്റ് മനുഷ്യരുടെയും തലച്ചോറിൻ്റെ പ്രവർത്തനം. അവിടെ വിശ്വാസവും അവിശ്വാസവും ഒന്നും ബാധകമല്ല. എൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം തന്നെയാണ് മറ്റൊരു മനുഷ്യൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. ഗ്രൂപ്പിൽ വ്യത്യാസമുണ്ട്, പക്ഷേ രക്തം തന്നെയാണ്. അതിൻ്റെ ജോലിയും അതുതന്നെയാണ്. നമ്മുടെ ശരീരഘടനയെല്ലാം സെയിമാണ്. കാരണം നമ്മൾ ഒരേ സ്പീഷീസിൽ തന്നെ പെട്ടിട്ടുള്ള മനുഷ്യരാണ്. നമുക്കെല്ലാവർക്കും അത്തരത്തിലുള്ള വികാരങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അതിനൊരു പ്രത്യേക തരത്തിലുള്ള ഗൈഡൻസിൻ്റെയും ആവശ്യമില്ല. വ്യത്യസ്തികളുടെ ഒരു ഓർഗനൈസേഷനാണ് ഫൗണ്ടേഷൻ ബിയോണ്ട് ബിലീഫ്. ആ ഒരു ഫൗണ്ടേഷനിലൂടെ അവർ അനവധി ആളുകളെ സഹായിക്കുന്നുണ്ട്. ഭക്ഷണം ലഭ്യമാകാത്തവർക്ക് ഭക്ഷണം ലഭ്യമാക്കുന്നു, ജോലിയില്ലാത്തവർക്ക് ജോലി ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നു, ആരോഗ്യം വളരെയധികം മോശമായ രീതിയിലുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനു വേണ്ട പണം സമാഹരിക്കാനായിട്ട് ഈ ഫൗണ്ടേഷനുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ചുറ്റുപാടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അനവധി എത്തിസ്റ്റുകളെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. സമൂഹത്തിൽ വലിയ രീതിയിൽ ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരുന്ന സമൂഹമാണ് LGBTQ+. അത്തരത്തിലുള്ള സമൂഹത്തോട് മിക്കപ്പോഴും കരുണയോടുകൂടി സ്നേഹത്തോടുകൂടി ഇടപെടുന്ന ആളുകൾ അത് വിശ്വാസികളല്ല, അത് അവിശ്വാസികളാണ്. അവരുടെ വേദനകൾ, അവരുടെ ഒറ്റപ്പാടുകൾ കണ്ട് മനസ്സിലാക്കി അല്ലെങ്കിൽ സമൂഹം അവരോട് ചെയ്യുന്ന ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള
എത്തിസ്റ്റുകൾ മിക്കപ്പോഴും അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും അവരെ സംരക്ഷിക്കാനും തയ്യാറാകുന്നുണ്ട്. അതിൻ്റെ അർത്ഥം വിശ്വാസികൾ ക്രൂരന്മാരാണെന്നല്ല. കാരണം അവരുടെ വിശ്വാസം അനുസരിച്ച്, എല്ലാ സമൂഹത്തിൻ്റെ വിശ്വാസമല്ല, ചില വിഭാഗങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഈ LGBTQ+ എന്ന് പറയുന്ന ഒരു സമൂഹം ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു വിഭാഗത്തോട് ഒരു ദേഷ്യം, അല്ലെങ്കിൽ അവരെ ഒറ്റപ്പെടുത്താനായിട്ടൊക്കെ അല്ലെങ്കിൽ അവരെ ആക്രമിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നത്. അങ്ങനെ ആക്രമിക്കാത്ത ഒരുപാട് വിശ്വാസികളുമുണ്ട്. ഇനി നമുക്ക് ചന്ദ്രൻ ചേട്ടനിലേക്ക് വരാം. ചന്ദ്രൻ ചേട്ടൻ തീർച്ചയായിട്ടും ഇമോഷണൽ ആകും. കാരണം അദ്ദേഹം ചെയ്തത് ഒരു വലിയ പ്രവൃത്തി തന്നെയാണ്, ഒരു ജീവൻ സംരക്ഷിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി മറ്റുള്ളവരുടെ ഐഡിയോളജിയിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് മാത്രം അദ്ദേഹത്തിൻ്റെ ആ ഒരു നല്ല പ്രവൃത്തിയെപ്പോലും ചോദ്യം ചെയ്യുകയാണ്. മിക്ക എത്തിസ്റ്റുകൾക്കും ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാകേണ്ടി വരും. ഈ ചന്ദ്രൻ ചേട്ടന് ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങളൊക്കെ പറയാൻ സാധിക്കും. അതിനു പുറമെ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹത്തിന് പറയാം, ഞാൻ ഒരു സ്വർഗമോ അല്ലെങ്കിൽ ഒരു നരകമോ അല്ലെങ്കിൽ ഒരു മികച്ച പുനർജന്മമോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. മറിച്ച് അത് ട്രൂ ഇമോഷനാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വേദനകൾ കാരണം, അദ്ദേഹത്തിൻ്റെ മിറർ ന്യൂറോണുകൾ സൃഷ്ടിക്കുന്ന ആ അനുകമ്പ കാരണം, അല്ലെങ്കിൽ ആ ഒരു അൾട്രൂയിസം കാരണം മാത്രമാണ് അദ്ദേഹം ഈ പ്രവർത്തനങ്ങൾ ചെയ്തത്. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ മരണമായിരിക്കും കിട്ടുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വിശ്വാസം അനുസരിച്ച് ആ മരണത്തിന് ശേഷം മറ്റൊരു ജന്മമില്ല. അതും അറിഞ്ഞിട്ട് കൂടിയാണ് അദ്ദേഹം ചാടിയത്. ഒരു വിശ്വാസിയാണ് ചാടുന്നതെങ്കിൽ ആ വിശ്വാസിക്ക് അറിയാം, ഞാൻ ഈ ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മരിച്ചാൽ പോലും ഞാൻ പോകുന്നത് ഒരു മികച്ച ലോകത്തേക്കാണ്, അല്ലെങ്കിൽ മറ്റൊരു ജന്മത്തിലേക്കാണെന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷേ ചന്ദ്രൻ ചേട്ടൻ അങ്ങനെയുള്ള ഒരു തോന്നലുമില്ല. എന്നിട്ടും അദ്ദേഹം സ്വന്തം ജീവൻ പോലും ബലി കഴിച്ച് രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആയിട്ടുള്ള ഒരു ഇമോഷനാണ്. പിന്നെ എവല്യൂഷൻ്റെ അടിസ്ഥാനമാണ് ഇത്തരത്തിലുള്ള സംരക്ഷണം. നമ്മുടെ സൊസൈറ്റിയിലുള്ള, നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളെ കൂടി സംരക്ഷിച്ച് ഒരു യൂണിറ്റി ആയിട്ട് ഒന്നു ചേർന്ന് മുന്നോട്ട് പോവുക, അങ്ങനെയുള്ള ആ ഒരു ചിന്താഗതി അല്ലെങ്കിൽ ആ ഒരു പ്രതിഭാസം തന്നെ അത് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എവല്യൂഷനിൽ അങ്ങനെ സർവൈവ് ചെയ്യണമെങ്കിൽ ഒറ്റയ്ക്കല്ല സർവൈവ് ചെയ്യേണ്ടത്, കൂട്ടമായിട്ടാണ് സർവൈവ് ചെയ്യേണ്ടത്. നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രളയങ്ങളുണ്ടാകും, വലിയ രീതിയിലുള്ള പേമാരി ഉണ്ടാകും, വരൾച്ച ഉണ്ടാകും. അത് പ്രകൃതി സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞ് അതിനങ്ങ് വിധേയമായി ഇല്ലാതെയാവുകയല്ല മനുഷ്യൻ ചെയ്യേണ്ടത്. അതിനെ ഫൈറ്റ് ചെയ്യുകയാണ്. അവിടെയാണല്ലോ സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത്. സർവൈവ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ ഫൈറ്റ് ചെയ്യുക. പ്രശ്നമുണ്ടാകുമ്പോൾ അത് എവല്യൂഷന് അങ്ങ് വിട്ടുകൊടുത്തിട്ട് അതിനങ്ങ് കീഴടങ്ങി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനെ ഫൈറ്റ് ചെയ്യണം. വലിയ രീതിയിലുള്ള പ്രളയം ഉണ്ടാകുമ്പോൾ ഇനിയും ഒരു പ്രളയം ഉണ്ടാകാൻ പാടില്ലെന്ന് ഉറപ്പിച്ച് വലിയ വലിയ അണക്കെട്ടുകൾ നിർമ്മിച്ച് ആ ഫ്ലഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. വരൾച്ച ഉണ്ടാകുന്നുണ്ടെങ്കിൽ കനാലുകൾ നിർമ്മിക്കണം, അതുപോലെ അക്വാടെക്റ്റുകൾ നിർമ്മിക്കണം. അത് പല കാലഘട്ടങ്ങളിലും മനുഷ്യർ വളരെ പ്രാചീന കാലഘട്ടങ്ങളിൽ പോലും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ ഇന്ന് ഈ ഒരു നിലയിലെത്തിച്ചേർന്നത്. അത്തരത്തിലുള്ള പോരാട്ടം അത് എവല്യൂഷൻ്റെ ഭാഗമാണ്. ആ പോരാട്ടങ്ങൾ കാരണം മനുഷ്യനിവിടെ നിലനിൽക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് നമ്മളെ നിലനിർത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ചിന്തകളാണ്, നമ്മുടെ എമ്പതിയാണ്, നമ്മുടെ അൾട്രൂയിസമാണ്, നമ്മുടെ സിമ്പതിയാണ്, നമ്മുടെ കമ്പാഷനാണ്, നമ്മുടെ സ്നേഹമാണ്. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം. ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കേരളൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. 3000 രൂപയാണ് കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ MBK20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക.